ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അവൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 3 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അവല് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. വെള്ള അവലോ റോസ് അവലോ ഏതായിരുന്നാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു അവല് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു അവല് ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടിയാണ് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത്. അവല് ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ നന്നായിട്ട് നൈസായിട്ട് പോവും. അപ്പോൾ അങ്ങനെ വേണ്ട, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്ത അവല് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിലുള്ള പരിപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് തുവരപ്പരിപ്പോ സാമ്പാർ പരിപ്പോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ പരിപ്പ് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനെടുത്തിട്ടുള്ള പരിപ്പ് സാമ്പാർ പരിപ്പാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തതും 2 പച്ചമുളകും പിന്നെ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിലുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ഇതിന്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് ഇത് ആദ്യം നല്ല പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ള വെള്ളത്തിന്റെ അളവ് 1 കപ്പ് അളവാണ്. അതായത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ബോൾസ് ആക്കി എടുക്കണം. എത്ര വലിപ്പത്തിൽ എടുക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ചധികം വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. ഇതുപോലെ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം സ്പാച്ച് കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ വക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു കറക്റ്റ് ഷേപ്പ് ആയതിനു ശേഷം നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് വശം നനച്ചു കൊടുത്തിട്ട് ഇതിൽ ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ നടുഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടണം. അതിനാണ് ഈ ഒരു ഹോളിലൊക്കെ നമ്മൾ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതിലേക്ക് ഹോളിട്ട് കൊടുത്ത ശേഷം അതിലേക്കൊക്കെ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് നമുക്ക് കഴിക്കാനായിട്ട്. 1-2 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടെ 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വെന്ത് വരട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈസി പലഹാരമാണ്. നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കറികളൊന്നും വേണ്ടാതെ തന്നെ കഴിക്കാനും പറ്റും. അതുമല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം.
എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു പാനിനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് മാവ് വെച്ച് കൊടുക്കുക. സ്പാച്ച് കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ 1-2 മിനിറ്റ് നേരം നമ്മൾ ഒരു ഭാഗം വേവിച്ചെടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ വേവിച്ചെടുത്താൽ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.